ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാനിപ്പോൾ ഫേസ്ബുക്ക് നോക്കണ വഴി നമ്മുടെ പൊട്ടംപെരേരയ്ക്ക് അടി കിട്ടി, അതിൻ്റെ പേരിൽ പല കേസുകളും വന്നു. മറ്റേ അടി കൊടുത്തവൻ, അതായത് അടി കൊടുത്തവെന്ന് പെരേര പറയണവൻ ആശിഷ് എന്ന് പറഞ്ഞവൻ, അവൻ പരാതി കൊടുത്തു. അവനെതിരെ എന്താണ്ട് പുകിലൊക്കെ നടക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിക്കണ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മനസ്സിലായിക്കുന്നതല്ല, എൻ്റെ ഒരു ഊഹം അനുസരിച്ച്, പിന്നെ ഞാൻ പലയിടത്തുനിന്ന് കേട്ട ഒരു അറിവ് വെച്ച് നോക്കുന്നതാണെങ്കിൽ ഞാൻ പറയാം, ഈ ആശിഷ് എന്ന് പറഞ്ഞാൽ മാപ്സിക് മീഡിയ, അതാണ് മീഡിയ. അപ്പോൾ ആ മീഡിയക്കാരനായിട്ട് വിഷയം ഇപ്പോൾ എവിടെ കണ്ട് തൃശ്ശൂർ തൃപ്രയാറോ അവിടെ കണ്ട ഒരു പരിപാടിക്ക് പോയിട്ട് ഈ പൊട്ടംപെരേര വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ലെന്നോ അങ്ങനെയൊക്കെയാണ് പറയണത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാൻ പാടില്ല. കാര്യം പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു വിഷയമാണ് ഇതെന്നൊക്കെ പറയണത്. ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. കാരണം ഈ മാപ്സിക് മീഡിയ എന്ന് പറഞ്ഞവർ, അത് ഈ ആശിഷാണോ എന്ന് വേറെ ആരെങ്കിലാണോന്ന് പറഞ്ഞുകൂടാ, ഇവർ തന്നെ ഈ പൊട്ടംപെരേരനെ പല പരിപാടിക്കും കൊണ്ടുപോയിട്ടുണ്ട്. അത് മലപ്പുറത്തായാലും പല സ്ഥലത്തും കല്യാണ പരിപാടിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ പേരിൽ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, അതായത് ഈ മലപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ മാപ്സിക് മീഡിയയുടെ വണ്ടിയിലാണ് കൊണ്ടുപോകണത്. അപ്പം മാപ്സിക് മീഡിയയുടെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ മാപ്സിക് വണ്ടിയിൽ പെട്രോൾ അടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പൈസ ഈ പെരേരയുടെ കയ്യിൽ നിന്ന് വാങ്ങും. അത് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഇപ്പോൾ പെരേരയ്ക്ക് ഒരു 15,000 രൂപ പെട്രോൾ മറ്റേ കല്യാണ പരിപാടിക്ക് കിട്ടിയെന്ന് നോക്കി, അതിലൊരു 5,000-6,000 രൂപ ഈ മാപ്സിക് മീഡിയക്കാർ തെണ്ടികൾ വാങ്ങും. ഈ വണ്ടിയിൽ പെട്രോൾ അടിക്കാമെന്ന് പറഞ്ഞ് വാങ്ങും. അതുകൂടാണ്ട് ഇവൻ ഈ പരിപാടി ഏൽപ്പിച്ച് കൊടുത്തു എന്ന് പറഞ്ഞ് കമ്മീഷൻ ഒരു 2,000 രൂപ അത്രയും കണ്ടൊക്കെ വാങ്ങും. അപ്പോൾ തന്നെ എത്ര 8,000 രൂപ പോയി. പിന്നെ വേറെ എന്തോ പരിപാടികളൊക്കെ പിന്നെ അങ്ങനെ കുറച്ച് പരിപാടി. അത് എൻ്റെ അടുത്ത് ആരാ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കണില്ല. അതായത് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ 6,000 ആണോ 10,000 ആണോ എന്നറിയില്ല. 10,000 കണ്ടാന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. അല്ല, എന്തായാലും മാപ്സിക് മീഡിയ പൈസ വാങ്ങുമെന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ പരിപാടിക്ക് കൊണ്ടുപോകുമ്പോൾ വണ്ടിയിൽ പെട്രോൾ അടിച്ചു കൊടുക്കാൻ പൈസ ഇവൻ്റെ ഈ പൊട്ടംപെരേരയ്ക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് അവന്മാർ വാങ്ങുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു പരിപാടിക്ക് പോയ ഈ പൊട്ടംപെരേരയ്ക്കൊക്കെ 2,000 അല്ലെങ്കിൽ ഒരു 1,000 രൂപയൊക്കെ കിട്ടുള്ളൂ. ബാക്കി അവനെ പിഴിഞ്ഞ് കുറേ നാരുകൾ നടക്കല്ലേ, അവരുടെയൊക്കെ തീറ്റ ഇതൊക്കെ എടുത്തെടുത്ത് ആ പൊട്ടന് പൈസ ഒന്നും കിട്ടില്ല. അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഇപ്പോൾ തൃപ്രയാർ ഈ വിഷയം ഉണ്ടായതെന്ന് പറഞ്ഞാൽ, തൃപ്രയാർ എന്തോ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഈ പൊട്ടംപെരേര അവിടെ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല, വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ കൂട്ടാക്കാണ്ടിരുന്നപ്പോൾ ഇവർക്ക് ഇങ്ങനെ കല്യാണത്തിൻ്റെ പരിപാടിക്ക് ചെല്ലാണ്ട് പൈസ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൈസയുടെ കാര്യം എന്തോ ഒരു ഇത് നടന്നു. കാരണം പൈസ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇവന്മാർ തിരിച്ച് തൃപ്രയാറിന്ന് വന്നു. കാരണം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ തിരിച്ചു കൊണ്ടുപോയി വിട്ടു. അതിൻ്റെ വാശിക്കുണ്ടായ സംഭവമാണ് ഈ നടക്കുന്നത് മുഴുവനും. പിന്നെ ഈ ആശിഷ് എന്ന് പറഞ്ഞാൽ ആ മാപ്സിക് മീഡിയയുടെ അവൻ പറഞ്ഞൂല, വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ സ്റ്റിയറിങ് തിരിച്ചു എന്നൊക്കെ പറഞ്ഞൂല. അതൊക്കെ ശുദ്ധ തെണ്ടിത്തരാണ്. കാരണം ആ പൊട്ടന് സ്റ്റിയറിങ് ഏതാ, ബ്രേക്ക് ഏതാ, ആക്സിലേറ്റർ ഏതാണെന്നൊന്നും തിരിച്ചറിയാനുള്ളൊരു ബോധം അവനില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് ഈ ആശിഷ് എന്ന് പറഞ്ഞവൻ, അവന് പൈസ കിട്ടാണ്ടായപ്പോൾ അവൻ ഒന്ന് റേസായതാണ്. അത് തന്നെയാണ് കാര്യം. പക്ഷേ ഈ പൊട്ടംപെരേരയ്ക്ക് അതിനുള്ള ബുദ്ധിയില്ലല്ലോ. ഇതൊക്കെ സ്വയം പറഞ്ഞ് തെളിയിക്കാനുള്ളൊരു ബുദ്ധി അവനില്ലല്ലോ. അതുണ്ടായിരുന്നെങ്കിൽ ഈ ഇതേപോലെയുള്ള ഊളകളുടെ ഒന്നും ഒരു കാര്യം നടക്കില്ലായിരുന്നു. അതാണ് എനിക്ക് തോന്നിയുള്ള കാര്യം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയും. കാരണം എൻ്റെ പ്രകടമായ സംശയം ഇതൊക്കെ തന്നെയാണ്. കാരണം ഈ മാപ്സിക് മീഡിയ തെണ്ടികൾക്ക് പൈസ കിട്ടിയില്ല. പൈസ കിട്ടാണ്ടായപ്പോൾ ഈ പൊട്ടംപെരേരനെ ഒന്ന് മൂഞ്ചിക്കാൻ നോക്കി, അത്രേ ഉള്ളൂ കാര്യം. ഇതാണ് കാര്യം. ശരി.